ഇത് നമ്മുടെ 11ാമത്തെ കുളം കേട്ടോ. അങ്ങനെ 11 കുളം ഉണ്ട് നമുക്ക്. ഈ 11 കുളത്തെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമാണ്. നമുക്കിപ്പം മഴയുടെ ലഭ്യത കുറവായതുകൊണ്ട് നമുക്ക് വെള്ളത്തെ പിടിച്ചു നിർത്താൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് ഇത് വരും, സൈക്ലോൺസ് വരും. ചുഴലി വരുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കമോ അതല്ലെങ്കിൽ മഴയോ ഒക്കെ വരുമ്പോൾ ഈ കുളമാണ് ഒരു ബഫറായിട്ട് ഇതിനെ എല്ലാം താങ്ങുന്നത്. ഈ കുളങ്ങളാണ് മെയിൻ കുളങ്ങളും ചെറുകുളങ്ങളും ഒക്കെ. അത് നമ്മുടെ കൃഷിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൃഷിയിടത്തിൽ വെള്ളത്തിനെ കാക്കുന്ന ആൾക്കാരെ പരിചയപ്പെടാം. നമ്മുടെ 1ാമത്തെ കുളമാണ്. നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ ആദ്യത്തെ കുളം കേട്ടോ ഇത്. 1ാമത്തെ കുളമാണ് ഇത്. ഞങ്ങളുടെ ഒരു തലക്കുളത്തിൻ്റെ ഒരു റീചാർജിങ് പോണ്ടും കൂടിയിട്ടാണ്. ചെറുകുളമാണ്, റീചാർജിങ് പോണ്ടാണ്, പക്ഷെ വറ്റാറില്ല. ചെറുകുളങ്ങൾ ചിലതൊക്കെ വറ്റും, ഇത് വറ്റാറില്ല. കുളം 2ാമത്തത് ഇത് ഒരു ചെറുകുളമാണ്, റീചാർജിങ് പോണ്ടാണ്, വറ്റാറില്ല. കുഞ്ഞു കുളമാണെങ്കിലും വറ്റാറില്ല. അതിൻ്റെ ഇടയിൽ നമുക്കൊരു പാസേജ് ഉണ്ട്. ഈ കുളത്തിൻ്റെ ഒരു സൈഡിൽ, 1ാമത്തെ കുളത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് മുളയാണെങ്കിൽ മറ്റേ സൈഡിൽ നമ്മുടെ കൃഷിയിടാണ്. പിന്നെ ഇതിൻ്റെയും ഒരു സൈഡിൽ മുളയാണെങ്കിൽ മറ്റേ സൈഡിൽ നമ്മുടെ കൃഷിയിടാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കുളം മെയിൻ കുളമാണ്, വലിയ കുളമാണ്. നമ്മൾ തലക്കുളം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ തലക്കുളമാണ്. അപ്പോൾ 2 റീചാർജിങ് പോണ്ടിൻ്റെ നടുക്കുള്ള ബണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. 2 റീചാർജിങ് പോണ്ട്. ഈ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ പോകാനുള്ള വഴിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുളം 2. ഇനി 3ാമത്തെ കുളം ഞാൻ മെയിൻ കുളമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ വലിയ കുളമാണ്. എല്ലാ കുളങ്ങളും നമുക്ക് പ്രധാനമാണ്. റീചാർജിങ് പോണ്ട് ഉണ്ട്. ഈ വലിയ കുളത്തിൻ്റെ റീചാർജിങ് പോണ്ടാണ് നമ്മൾ അവിടെ 2 എണ്ണം കണ്ടത്. ഇനി ഇതിന് 3 റീചാർജിങ് പോണ്ട് വേറെയുണ്ട്. ഇതിന് മൊത്തത്തിൽ 5 റീചാർജിങ് പോണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ കോർണറിലും. ഇതിൻ്റെ 3 റീചാർജിങ് പോണ്ടും കൂടെ വേറെ 3 റീചാർജിങ് പോണ്ടും കൂടെ കാണാം. 3ാമത്തെ കുളമാണ്. ഇനി 4, 5, 6 കൂടെ നമുക്ക് കാണാം. ഇത് നമ്മുടെ 4ാമത്തെ കുളമാണ്. ഇത് ചെറുകുളമാണ്. അത് വലിയ കുളത്തിൻ്റെ റീചാർജിങ് പോണ്ടാണ്. ഇനി നമുക്ക് 5ാമത്തെ പോണ്ട് കാണാം. അത് തൊട്ടപ്പുറത്താണ്. ഇതാണ് ഇത് 5ാമത്തെ റീചാർജിങ് പോണ്ടാണ് ഇത് നമ്മുടെ വലിയ കുളത്തിന്. ഇപ്പോൾ മൊത്തം നമ്മൾ 5 കുളമാണ് കണ്ടത്. ഇനി 6ാമത്തെ കുളങ്ങൾ. ഇത് 6ാമത്തെ ചെറുകുളമാണ്. ഇത് വറ്റാറുണ്ട്. ഇതിനകത്ത് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ തട്ട് തിരിച്ച് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഇത് ഡിസംബറിൽ വറ്റുന്ന കുളമാണ്. ഇത് ആഴം കുറവാണ്, പക്ഷേ വീതി നീളമുണ്ട്. ഇത് നമ്മുടെ ഈ കുളം നമ്മുടെ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തെ മാനേജ് ചെയ്യുന്നൊരു കുളമാണ്. അതുകൊണ്ട് തന്നെ ആഴം കുറവാണ്. അപ്പോൾ വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള കുളമാണ് ഇത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത കുഞ്ഞ് ഒരു ചാലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ചാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുളം പോലെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളത്തെ നിർത്തിയിട്ട് പിന്നെ ഓവർഫ്ലോ വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് പോകും. ഇത് 7ാമത്തെ ചെറുകളാണ്. ഇതൊരു റീചാർജിങ് പോണ്ടാണ്. ഇത് വറ്റാറുണ്ട്. ഇത് കുഞ്ഞു കുളമാണ്, നീണ്ടിട്ടുള്ള ഒരു കുളമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഇതും വറ്റുന്ന കുളമാണ്. ഇത് 8ാമത്തെ ചെറുകളാട്ടോ, റീചാർജിങ് പോണ്ടാണ്. ഇവിടെ 9 റീചാർജിങ് പോണ്ട് ഉണ്ട്. 9 റീചാർജിങ് പോണ്ട്, 2 മെയിൻ പോണ്ട്, 2 വലിയ കുളം, ബാക്കി എല്ലാം ചെറുകുളങ്ങളാണ്. അതായത് വലിയ കുളങ്ങൾ വറ്റുന്നത് തീരെയില്ല. നന്നായിട്ട് വെള്ളം ഉണ്ടാവുകയും നമുക്ക് വേനൽക്കാലത്ത് അത്യാവശ്യം ഇറിഗേഷനൊക്കെ അത് ഒതുക്കുകയും ചെയ്യും. പിന്നെ ഇത് അത്യാവശ്യം നീണ്ട കുളങ്ങളാണ്, വലിയ കുളങ്ങളല്ല, കുഞ്ഞു കുളങ്ങളാണ്, എന്നാൽ നീണ്ടതുമാണ്. ഇനി നമുക്ക് 9ാമത്തെ കുളം കാണാം. അത് വലിയ കുളമാണ്. ഇത് നമ്മുടെ ഒരു വലിയ കുളമാണ്. 9ാമത്തെ കുളം വലിയ കുളമാണ്. 2 വലിയ കുളങ്ങളിൽ ഒന്ന് ഇതാണ്. ഏറ്റവും നിറയെ മരങ്ങളാണ്. ഇനി നമുക്ക് 10ാമത്തെ 11ാമത്തെ കുളമാണ്. നമ്മൾ 10ാമത്തെ കുളം കേട്ടോ. ഇത് നിറയെ വെയിൽ കിട്ടുന്ന ഒരു കുളമാണ്. ഇത് വറ്റി പോകാറുണ്ട്. വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഇത് അസോളക്കുളം കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ
ഈ കുളത്തിലെ അസോള മതി നമുക്ക്. മറ്റേ വെയിൽ കിട്ടുന്ന കുളത്തിൽ നമ്മൾ അസോള ഇട്ടിട്ട് കിട്ടിയില്ല, പിടിച്ചില്ല. പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അസോള കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ 10ാമത്തെ കുളമാണ്, ചെറുകുളമാണ്, വറ്റുന്ന കുളമാണ്. ഇനി നമുക്ക് 11ാമത്തെ കുളം കാണാം. ഇത് നമ്മുടെ 11ാമത്തെ കുളം കേട്ടോ. അങ്ങനെ 11 കുളം ഉണ്ട് നമുക്ക്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ആറും പുഴയും ഉള്ള ഒരു നാട് എന്നുള്ള രീതിയിലാണ് ആലപ്പുഴ വരുന്നത്. അതോടൊപ്പം തന്നെ കായലും കുളവും അതിരിടുന്ന, അല്ലെങ്കിൽ കായലും കുളവും ഉള്ള സ്ഥലമാണ് കായംകുളം എന്ന് പറയുന്നത്. അതെല്ലാം ഉള്ള ഒരു നാടായതുകൊണ്ട് അരിയുടെ പാടങ്ങൾ ഒരുപാടുള്ള അരിപ്പാടം എന്നറിയപ്പെട്ടിരുന്ന ഹരിപ്പാടാണ് ജനിച്ചു വളർന്നത് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ കാവിനോടും കുളത്തിനോടും ഒക്കെ ഇത്രയും വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. നമ്മൾ കുളങ്ങൾ കുഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കുളം തോണ്ടി എന്നൊക്കെ പേരൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞങ്ങളുടെ നാട് കുളങ്ങളുടെയും കാവുകളുടെയും നാടാണ്. ഞാൻ ചെറുപ്പത്തിൽ അത് കണ്ട് വളർന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസാണ്, എന്തൊക്കെ ധർമ്മങ്ങളാണ് ഈ കുളങ്ങളും കാവും ഒക്കെ ചെയ്യുന്നതെന്ന് ചെറുപ്പത്തിലേ നമുക്ക് ചെറുപ്പം നമ്മളിങ്ങനെ ഇത് കണ്ട് വളരുന്നതുകൊണ്ട് നമുക്കത് ബോധ്യപ്പെട്ടിരുന്നു. വെള്ളം കയറി ഇറങ്ങിപ്പോകുന്നതും വേനൽക്കാലത്ത് നമുക്കൊരു തണുപ്പ് ലഭിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് സ്വാധീനമുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരുപാട് എക്കോസിസ്റ്റം സർവീസ് ഉണ്ട്, ആവാസ വ്യവസ്ഥ സേവനങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുമ്പോൾ നമുക്ക് അതില്ലാത്ത സമയത്ത് നമുക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാവും. കുളങ്ങൾ ഈ കൃഷിയിടത്തിൻ്റെ കാര്യക്ഷമത കൂട്ടിയിട്ടേ ഉള്ളൂ. കുളങ്ങളിൽ വളരുന്ന തദ്ദേശീയമായിട്ടുള്ള മീനുകളായാൽ പോലും നമ്മൾ വരാലായിക്കോട്ടെ, ചെമ്പല്ലി ആയിക്കോട്ടെ, നമ്മുടെ കുത്തുന്ന ഒരു സൈസ് കാര്യമുണ്ട്, അതായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കുളത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കൊപ്പം തന്നെ ഇതിൽ നിന്ന് വരുമാനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയിൽ പോലും നമ്മൾ ഇവിടെ നമുക്ക് അറിയാറ് പോലുമില്ല, ഒരു AC-യുടെ തണുപ്പൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, നല്ല തണുപ്പ്. കുളങ്ങളും കാവുകളും നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ, നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കൃഷിയിടത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാവുകളെ കുറിച്ച് ഞാൻ വേറൊരു ഘട്ടത്തിൽ പറയാം. എന്നിരുന്നാലും കാവിനെക്കുറിച്ച് ചെറുതായിട്ടൊരു കാര്യം പറയേണ്ടത്, കാവ് നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരു കാവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാവലാണ്. സ്നേഹം, സന്തോഷം, നന്മകൾ.